നമസ്കാരം. PK ലേണിങ്സിന് നിരവധി മെൻറ്റർഷിപ്പ് ബാച്ചുകളുണ്ട് വിവിധ കോഴ്സുകൾക്കായി. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പം അതിൽ ഏറ്റവും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു പ്രശ്നമായി എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു വിഷയമാണ് ഈ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം. മറ്റൊന്നുമല്ല, ബ്രേക്കപ്പുകൾ ഉദ്യോഗാർത്ഥികളെ ബാധിക്കുന്നുണ്ടോ? അതായത് അവർ മത്സരപരീക്ഷ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന റിലേഷൻഷിപ്പ് ബ്രേക്കപ്പുകൾ അവരുടെ മുന്നോട്ടുള്ള പഠനത്തെയും അതുവഴി അവരുടെ ഭാവിയും അനിശ്ചിതത്വത്തിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത്തരത്തിലൊരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള പ്രധാന കാരണം, ഞങ്ങളുടെ തന്നെ മെൻറ്റർഷിപ്പ് ബാച്ചിൽ ഒരു വലിയ ദുരന്തം ഇത്തരത്തിലൊരു കാരണം മൂലം ഉണ്ടായിരിക്കുകയാണ്. ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ സ്വകാര്യതയെ മാനിച്ച് മറ്റ് വിശദാംശങ്ങളിലൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഇത് ഒരാളുടെ മാത്രം ഒറ്റപ്പെട്ട പ്രശ്നമല്ല. നിരവധി ഉദ്യോഗാർത്ഥികൾ, അത് മെൻറ്റർഷിപ്പിലായാലും ഇപ്പോൾ റെഗുലർ ബാച്ചിൽ തന്നെ ഞാനുമായി പേഴ്സണലി കോണ്ടാക്റ്റ് ചെയ്യുന്ന നിരവധി ഉദ്യോഗാർത്ഥികളുണ്ട്. അവരിൽ പലരും ഇത്തരത്തിലുള്ള അവരുടെ വിഷമകഥകൾ എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. അതിലും ഏറിയ കാരണങ്ങൾ ഇതുതന്നെയാണ്. ഈ അവരുടെ പഠന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അവരൊരു കരിയർ ബിൽഡ് ചെയ്ത് വരുന്ന കാലഘട്ടത്തിൽ അവർക്കുണ്ടാവുന്ന ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പുകൾ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. നമുക്ക് ഇപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടാകാതിരിക്കാനൊന്നും കഴിയില്ല. കാരണം നമ്മൾ മത്സരപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതും അല്ലെങ്കിൽ നമുക്കൊരു കരിയർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതൊക്കെ ഈ കാലഘട്ടത്തിലാണ്, ഈ കൗമാരം അല്ലെങ്കിൽ യൗവന കാലഘട്ടത്തിലാണ്. സ്വാഭാവികമായി ആ കാലഘട്ടത്തിൽ തന്നെ ആയിരിക്കും നമ്മൾ റിലേഷൻഷിപ്പുകളിൽ ചെന്ന് വീഴുന്നതെന്ന് പറയാൻ കഴിയില്ല, റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഒരു റിലേഷൻഷിപ്പ് നമുക്ക് പിന്നീടത് ബ്രേക്കാകുമ്പോൾ നമ്മളുടെ ജീവിതത്തെ, അല്ലെങ്കിൽ നമ്മൾ എന്താണോ സ്വപ്നം കാണുന്നത്, നമ്മൾ എന്താണോ ലക്ഷ്യം വയ്ക്കുന്നത്, ആ ലക്ഷ്യങ്ങൾക്ക് തടസ്സമാകാത്ത രീതിയിൽ എത്തരത്തിൽ നമുക്ക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മളൊരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നമ്മൾ പേഴ്സൺ സെൻട്രിക് ആകാതിരിക്കുക. അതായത് നമ്മളുടെ അതുവരെയുള്ള എല്ലാ സുഹൃത്ത് ബന്ധങ്ങളും, ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ വിച്ഛേദിച്ചുകൊണ്ട് നമ്മൾ ഒരാളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഒരു കാരണവശാലും പോകാതിരിക്കുക. അങ്ങനെ പോയി കഴിഞ്ഞാലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും കാരണത്താൽ നമ്മൾ തെറ്റിപ്പിരിയുകയാണ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മളൊരു ഇമോഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വലിച്ചെറിയപ്പെടും. അതായത് ആ വ്യക്തി ഇല്ലാതെ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ഗുരുതരമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ പ്രഥമ പരിഗണന കൊടുക്കേണ്ടത്, നമുക്ക് അതുവരെ ആ റിലേഷൻഷിപ്പിന് തൊട്ട് മുന്നേ വരെ ഉണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളും, അത് സുഹൃത്ത് ബന്ധങ്ങളാകാം, ബന്ധുക്കളാകാം, സഹപാഠികളാകാം, ആരും ആയിക്കോട്ടെ, സഹപ്രവർത്തകരാകാം, ആ ഒരു ഫ്രണ്ട്സ് സർക്കിൾ നമ്മൾ കൃത്യമായും പിന്നീടും റിലേഷൻഷിപ്പിലായാൽ പോലും നമ്മൾ കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും കരുതുക. അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം നിങ്ങൾ കൃത്യമായി എടുത്തിട്ട് വേണം നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ളത്. അതല്ല എങ്കിൽ ഇത്തരത്തിലുള്ള ബ്രേക്കപ്പുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതീവ ഗുരുതരമായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെടുവാനുള്ള സാധ്യത വളരെ വലുതാണ്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അയാൾ പറയുന്നതാണ് ശരി,
ഈ അയാളെന്ന് പറയുന്നത് അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീയാവാം, പുരുഷനാകാം. ഇത് ഞാനീ പറയുന്നത് എല്ലാവർക്കും ബാധകമാണ്, പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും എല്ലാവർക്കും ബാധകമാണ്. അയാൾ പറയുന്നതാണ് ശരി എന്നുള്ള കാഴ്ചപ്പാട് നമ്മൾ മാറ്റുക. അയാൾ പറയുന്നതനുസരിച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയും നമുക്കുണ്ടാകാൻ പാടില്ല. നമുക്കിതാണ് തീരുമാനം, നമ്മുടെ കാഴ്ചപ്പാട് ഇതാണ് എന്ന് ബഹുമാനപൂർവം മ്യൂച്വൽ റെസ്പെക്റ്റ് നൽകിക്കൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാനുള്ള അല്ലെങ്കിൽ പറയുവാനുള്ള ഒരു സ്പേസ് കൃത്യമായിട്ട് ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതല്ലെങ്കിൽ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ്, അതായത് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള നമ്മുടെ കഴിവ്, ആർജവം, ഇതെല്ലാം ഒരാൾക്ക് വിധേയപ്പെടുന്ന രീതിയിലേക്കാണ് നമ്മൾ പിന്നീട് നമ്മുടെ ജീവിതം മുന്നോട്ട് നീങ്ങുക. അത്തരത്തിൽ ഒരു കാരണവശാലും ഒരു റിലേഷൻഷിപ്പിൽ അയാൾ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാകാതെ നിങ്ങൾ ഓരോരുത്തരും സൂക്ഷിക്കുക. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെറ്റ് യുവർ ബൗണ്ടറീസ്. കൃത്യമായി അതിർത്തി വരമ്പുകൾ നമ്മൾ നിർണ്ണയിക്കണം. ബന്ധങ്ങളിൽ എല്ലാം ഒന്നും നമ്മൾ പറയണമെന്ന് ഒരു നിർബന്ധവുമില്ല. അയാൾ അറിയാൻ ബാധ്യതയുള്ള അല്ലെങ്കിൽ അയാൾ അറിയേണ്ടത് മാത്രം നമ്മൾ അറിയിച്ചാൽ മതി. അനുവാദം ചോദിക്കുക എന്നുള്ള സംഭവമേ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത്. അനുവാദമല്ല ചോദിക്കേണ്ടത്, അഭിപ്രായങ്ങൾ പറയുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഏറ്റവും ഇസഡ് അറിയിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഏതൊരു വ്യക്തിക്കും ആ വ്യക്തിപരമായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്, ഒരു ഇൻഡിവിജ്വൽ സ്പേസ് ഉണ്ട്. ആ സ്പേസിനപ്പുറത്ത് ഒരു അതിർത്തി വരമ്പ് കൃത്യമായി സെറ്റ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അത് വളരെ ശ്രദ്ധിക്കുക. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. അയാൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ എന്ത് വിചാരിക്കും എന്ന തോന്നലുകളിൽ നമ്മളുടെ പല അഭിപ്രായങ്ങളും പല തീരുമാനങ്ങളും പല കാഴ്ചപ്പാടുകളും നമ്മൾ പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അതുപോലെ അയാളിൽ നിന്ന് നമുക്കുണ്ടാവുന്ന ചില തോന്നലുകൾ അല്ലെങ്കിൽ നമുക്ക് അയാളിൽ മേലുള്ള കാഴ്ചപ്പാടുകൾ, അയാളുടെ കാര്യങ്ങളിലുള്ള തീരുമാനങ്ങൾ, ഇത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പലപ്പോഴും പരാജയപ്പെടാറുണ്ട്. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നീ ഇത് ചെയ്തു എന്ന് പറയുന്നതിന് പകരം എനിക്കങ്ങനെ തോന്നി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഉള്ളിലെ എല്ലാ വികാരങ്ങളും എല്ലാ തോന്നലുകളും എല്ലാ തീരുമാനങ്ങളും കൃത്യമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അടുത്തതാണ് ടോക്സിക് റിലേഷൻഷിപ്പ്. എല്ലാ റിലേഷൻഷിപ്പും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിലുള്ള റിലേഷൻഷിപ്പ് ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ ഉണ്ടാകാം. ഇപ്പോൾ ടോക്സിക് എന്ന് പറയുന്നത് നമ്മളെ മേളിൽ വ്യക്തമായിട്ടൊരു ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുക, നമ്മളെ വില കുറച്ച് കാണുക, ഒരു പരിധി വരെ ചിലപ്പോൾ നമ്മളുടെ നേട്ടങ്ങളിൽ അസൂയ തോന്നുക. മനസ്സിലായല്ലോ? കൂടാതെ നമ്മൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മളുടെ വ്യക്തിത്വത്തിൽ ജീവിക്കാൻ സമ്മതിക്കാതെ അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിൽ ജീവിക്കാനായി പ്രേരിപ്പിക്കുക. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അടിച്ചമർത്തൽ. ഇത്തരത്തിലുള്ള സ്വഭാവമുള്ളവരുമായി നമ്മൾ റിലേഷൻഷിപ്പിൽ തുടരുകയാണെങ്കിൽ അത് നമ്മളെന്ന വ്യക്തിയെ അല്ലെങ്കിൽ നമ്മളുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. അത് കുറേ നാൾ അത്തരത്തിലൊരു റിലേഷൻഷിപ്പിൽ നമ്മൾ തുടരുമ്പോൾ സ്വാഭാവികമായി അതായത് നമ്മൾ എന്നൊരു നമ്മളുണ്ട്, അത് ഇല്ലാതാവുകയും നമ്മളല്ലാത്തൊരു നമ്മൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു റിലേഷൻഷിപ്പിലും നമ്മളായി ജീവിക്കുവാൻ നമ്മൾ മുൻകരുതലുകൾ എടുക്കുക അല്ലെങ്കിൽ ശ്രദ്ധ പുലർത്തുക. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ ഒരിക്കലും നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാവരുത്.
അവസാനത്തെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥാന്തരമാണ് NPD എന്ന് നമ്മൾ വിളിക്കുന്ന നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇപ്പം നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ന തോന്നൽ മാത്രമേ അവർക്കുള്ളൂ. അപ്പം നമുക്കെല്ലാവർക്കും ഞാൻ എന്ന് തോന്നലുണ്ട്. പക്ഷെ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം വേർഷനാണ് ഞാൻ എന്ന തോന്നൽ. ഇതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷനാണ് നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇപ്പം ഞങ്ങളുടെ തന്നെ മെൻറ്റർഷിപ്പ് ബാച്ചുകളിൽ ഞങ്ങളുടെ അക്കാഡമിക് മാനേജർ വീണ മിസ് നിരവധി ഈ മെൻറ്റർഷിപ്പ് ബാച്ചിലുള്ള നിരവധി പെൺകുട്ടികളുമായി നേരിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ അവർ പലരും വീണ മിസ്സിനെ അറിയിച്ചിട്ടുള്ളത് അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു NPD ഉള്ള ആളോടൊപ്പം എന്നുള്ളതാണ്. കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഇത് വലിയൊരു അപകടമാണ്. ഈ NPD ഉള്ള ഒരാളുമായി നമ്മൾ സഹവസിക്കുക എന്നുള്ളത്. കാരണം NPDയുടെ പ്രത്യേകത, ഈ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത് ഏറ്റവും ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളോടായിരിക്കും. മറ്റുള്ളവരുടെ മുന്നിൽ അവരങ്ങനെ ആയിരിക്കത്തില്ല. അതാണ് നമുക്ക് മറ്റുള്ളവർക്ക് തിരിച്ചറിയാനും കഴിയില്ല. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളോടാണ് അവർ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കുന്നത്. അതൊരു പക്ഷേ വൈഫാവാം, ഹസ്ബൻഡാവാം, മക്കളാകാം, ആരും ആകാം. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാണ് അവർ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കുക. അപ്പം ഞങ്ങളുടെ ഈ മെൻറ്റർഷിപ്പ് ബാച്ചുകളിൽ ഞങ്ങൾ ഓരോ ഉദ്യോഗാർത്ഥികളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി, അതായത് ഞങ്ങളെ കൊണ്ട് ഒരു സ്ഥാപനം എന്ന നിലയിൽ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നിലയിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ അക്കാഡമിക് മാനേജർ വീണ മിസ് ഇവരോടൊക്കെ തന്നെ സംസാരിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ പലതും വിവാഹം കഴിഞ്ഞ പെൺകുട്ടികളാണ്. അതിൽ നമുക്ക് റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്ത് പറയാൻ കഴിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞു തന്നത് അതല്ലാതെ നമ്മൾ റിലേഷൻഷിപ്പിൽ തുടരുന്ന കുട്ടികളുണ്ടെങ്കിൽ, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, ഒരു കാരണവശാലും ഇത്തരത്തിൽ ഈ NPD സിംറ്റംസ് ഉള്ള ഒത്തിരി സിംറ്റംസ് ഉണ്ട്. അതൊരു വീഡിയോയിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. നിങ്ങൾക്കത് ഗൂഗിളിൽ നോക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ സിംറ്റംസ് ഒന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ റിലേഷൻഷിപ്പിൽ തുടരുന്ന ആൾക്ക് ഇത്തരത്തിൽ ഒരു മനോവൈകല്യമുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ, അത് നിങ്ങൾ ഉറപ്പ് വരുത്തുകയാണെങ്കിൽ, ഒരു കാരണവശാലും അത്തരത്തിലുള്ള റിലേഷൻഷിപ്പിലും നിങ്ങൾ തുടരുവാൻ പാടുള്ളതല്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ശ്രദ്ധിക്കുക. ഇനി ഒരു ബ്രേക്കപ്പ് ഉണ്ടായിപ്പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ തന്നെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്കതിൽ നിന്ന് രക്ഷപ്പെട്ട് വരണമല്ലോ. അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വ്യക്തി മാത്രമല്ല നമ്മളിൽ ആശ്രിതമായിട്ട് ജീവിക്കുന്നത്. അവിടെ നമ്മൾ ഏറ്റവും പരിഗണന കൊടുക്കേണ്ടത് നമ്മൾ ഇത്രയും നാള് വളർത്തി, അത് നമ്മൾ ആലങ്കാരികമായി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 10 മാസം ചുമന്ന് പ്രസവിച്ച് നമ്മുടെ കുഞ്ഞുനാളിൽ ഏറ്റവും ബുദ്ധിമുട്ടി നമ്മളെ സംരക്ഷിച്ച് പഠിപ്പിച്ച് വളർത്തി ഇതുവരെ എത്തിച്ച നമ്മുടെ മാതാപിതാക്കളോടാണ് നമ്മൾ ഏറ്റവും കടപ്പെട്ടിരിക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബ്രേക്കപ്പുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ വിഷയം പങ്കുവെക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളോടായിരിക്കണം. അവരോടാണ് നമ്മൾ ഏറ്റവും കടപ്പെട്ടിരിക്കേണ്ടത്, അതല്ലാതെ മറ്റൊരാളോടല്ല നമ്മൾ കടപ്പെട്ടിരിക്കേണ്ടത്. അങ്ങനെ ഒരു ചിന്ത നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള ബ്രേക്കപ്പുകൾ മൂലമുണ്ടാകുന്ന ആഘാതങ്ങളിൽ നിന്ന് നമുക്കൊരു പരിധി വരെ രക്ഷപ്പെടുവാനും അതുമൂലം നമ്മൾ കൈക്കൊള്ളുന്ന ചില മണ്ട തീരുമാനങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കുവാനും കഴിഞ്ഞേക്കാം. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ തന്നെ ചേതോ വികാരം എന്ന് പറയുന്നത് വളരെ വലിയൊരു വിഷമം നമുക്ക് ഇത്തരത്തിലൊരു കാരണം കൊണ്ട് നമ്മുടെ മെൻറ്റർഷിപ്പ് ബാച്ചിലൊരു കുട്ടിക്ക് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇക്കാര്യങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. PK ലേണിങ്സിൻ്റെ ഏതെങ്കിലും ഒരു കോഴ്സിൽ ഉള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ
നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു മാനസിക ബുദ്ധിമുട്ട്, ഇത് മാത്രമല്ല, എന്ത് മാനസിക ബുദ്ധിമുട്ട് നേരിട്ടാലും നിങ്ങൾക്ക് PK ലേണിങ്സിൻ്റെ കസ്റ്റമർ കെയർ മുഖാന്തിരം നിങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നതിനായി, പരിഹരിക്കുന്നതിനൊക്കെ നമുക്ക് ലിമിറ്റേഷനുണ്ട്. പക്ഷേ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ എഫേർട്ടും ഞങ്ങൾ എടുക്കുന്നതാണ്. അതിന് ഞങ്ങളുടെ അക്കാഡമിക് മാനേജർ വീണ മിസ്സിനോട്, നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സിലുള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കസ്റ്റമർ കെയർ മുഖാന്തരം അദ്ദേഹത്തെ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി.